എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസാണ്, ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എങ്കിലും ഉണ്ടല്ലോ, ജീസസ് യൂത്തിനെ തന്നെ തിയേറ്റർ മിനിസ്ട്രിയിൽ പലതും പല ഭാഷകളിൽ കൂടെ, ആംഗ്യ ഭാഷകളിൽ കൂടെയും അഭിനയത്തിൽ കൂടെയൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് സക്കറിയ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തരായി നിങ്ങളെ കാണുന്നതിന് കാരണം, അതിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ആ തിരിച്ചറിഞ്ഞ കാരണങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്? അതുപോലെ തന്നെ മറ്റുള്ളവരും ഞങ്ങളെപ്പോലെ ഈശോനെ അറിയണം എന്ന് പറയാനായിട്ട് നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടാവും അല്ലേ? ഈ അനുഭവങ്ങളിൽ കൂടെ നിങ്ങളതൊന്ന് വ്യക്തമാക്കും. ആദ്യം തന്നെ ഞാൻ എൻ്റെ അമ്മാമ്മയുടെ അടുത്ത് വന്നവരെ എനിക്ക് ദൈവത്തിനെ പരിചയപ്പെടുത്തി തന്നു, ഈശോനെ പരിചയപ്പെടുത്തി തന്നതിന്. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയർ ഞാൻ തുടങ്ങിയത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2ാം ക്ലാസ് തൊട്ടാന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ അതിന് മുമ്പ് ഇവിടെ വെക്കേഷൻ വരുമ്പോൾ ഞാൻ 9ാം ക്ലാസ് തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ വെക്കേഷൻ വരുമ്പോൾ അമ്മാമ്മയുടെ കൂടെയാണ് കൂടുതൽ നിൽക്കാറ്. അപ്പോൾ എൻ്റെ പപ്പേനെ അമ്മേനെക്കാട്ടി കൂടുതൽ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് പപ്പയും പറഞ്ഞു തരാറുണ്ട്, അമ്മയും പറഞ്ഞു തരാറുണ്ട് കഥകൾ. പക്ഷെ എന്നാലും കൂടുതൽ എനിക്ക് ഇപ്പോൾ പ്രാർത്ഥന എത്തിക്കണത്, ഇപ്പോൾ രാത്രി കിടന്നുറങ്ങണതിന് മുമ്പ് നീ 10 പരിശുദ്ധാത്മാവിനിലൊന്ന് ഇടമേന്ന് 10 വട്ടം, അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നെ എൻ്റെ അമ്മാവൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതിലേക്ക് അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ആയി. പിന്നെ എനിക്ക് മാതാപിതാക്കൾ കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഗിഫ്റ്റ് നിന്ന് നന്മയും തിന്മയും അറിയണം. ഈ നന്മയും തിന്മയും എവിടെ ഉള്ളതെന്ന് ഞാൻ കണ്ടേക്കണത് ബൈബിൾ ഒരു വട്ടം വായിച്ചാൽ മതി. ബൈബിൾ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്തുണ്ട് നന്മയും തിന്മയും എന്താണെന്നുള്ളത്. അപ്പോൾ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും പിള്ളേർ ചീത്തയായി പോകണമെന്ന് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ലതാണെന്ന്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും സ്ട്രിക്റ്റായിട്ട് ചെയ്യണവരുണ്ട്, വീട്ടിൽ ഇത്ര സമയത്തിനുള്ളിൽ കയറണമെന്നുണ്ട്. എന്നാൽ ഈ പിള്ളേരുകളും വെള്ളമടിച്ചെടുക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ നന്മയും തിന്മയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ കേസ് പറയുകയാണെങ്കിൽ അവരോട് എന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം വേറെ ആരും പോയി പറഞ്ഞാലും അവരാദ്യം എന്നോട് ചോദിച്ചിട്ട് അത് കൺഫേം ചെയ്യുള്ളൂ, ഞാനത് ചെയ്തിട്ടുണ്ടോ. കാരണം അവർക്ക് വിശ്വാസം വരണമെങ്കിൽ അവർക്കറിയാം എനിക്ക് തെറ്റും ശരിയും അറിയാമെന്നുള്ളൊരു കാര്യം അവർക്കറിയാം. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ യേശുവിന് വേണ്ടി സമയം കണ്ടെത്താമെന്ന് പറയില്ലേ. ഇപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ ബ്രോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വയ്ക്കാം. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് വിഷമം വരുന്നു, സന്തോഷം വരുന്നു, ഞാൻ ആരോട് പറയാം? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയും. അതുപോലെ തന്നെ ഫ്രണ്ട് എന്നോട് പറയണം, എടാ എനിക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട്, നീ എൻ്റെ കൂടെ വരോ, ഒരു സ്ഥലത്തുണ്ട്, വാ നമുക്ക് നാളെ ട്രിപ്പ് പോവാം. അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ സമയം ഇപ്പോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ പെട്രോളും ചിലവാക്കി ആരുടെ കൂടെ വേണം റിസോഴ്സ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ. എന്നപോലെ തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ യേശു. അത് ഞാൻ ആരോടും അതിനും പറയും. ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പറയുമ്പോഴും ഇങ്ങനെ എൻ്റെ കാര്യങ്ങളിൽ പറയുമ്പോഴും അവരും ഇങ്ങനെ എപ്പോഴും എന്നെ പറഞ്ഞ കളിയാക്കട്ടോ ദൈവാനുഗ്രഹം എന്ന് ഞാനെപ്പോഴും പറയാറ് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പം ഞാനങ്ങനെ കാണുന്ന ഒരാളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. എൻ്റെ എന്ത് സങ്കടം എന്താവശ്യം എനിക്ക് അങ്ങനെ പറയുന്ന ഒരാളാണ് എൻ്റെ യേശു. പിന്നെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ചിലപ്പോൾ ഈ എപ്പിസോഡിൽ ഓരോ ഡേ ഒതുങ്ങില്ല, ഓരോ ഡേയിലും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പഠനത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാൻ ഒരു 5ാം സ്റ്റാൻഡേർഡ് വരെ ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു 6th വരെയാണ് ഞാൻ പിന്നെ ദൈവം അനുഗ്രഹിച്ച് കയറി പോകുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും എനിക്ക് ഓരോ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഓരോ എക്സാം ഹാളിലിരിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടാണ്ട് ഞാൻ ഇങ്ങനെ വിശ്വാസപ്രമാണം എത്തിക്കും. ഇതും എനിക്ക് ഞാൻ പറയണെങ്കിൽ കാറ്റീസിൽ പഠിപ്പിച്ച, ഞാൻ അവിടെ പഠിച്ചപ്പോൾ കാറ്റീസിൽ പഠിപ്പിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പറയാം അത് പഠിച്ചതാണ്. അപ്പോൾ അത് എന്ന് എത്തിക്കും. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതൊരു കാര്യം. പിന്നെ ഈ അടുത്ത് ഇപ്പോൾ എൻ്റെ ക്രൈസ്റ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്ക് അറിയാം FM എന്ന് പറഞ്ഞ പരീക്ഷ ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അത് ഞാൻ ശരിക്കും എഴുതിയിട്ട് ഞാൻ ആകെ പഠിച്ചിട്ട് പോയത് പ്രോബ്ലംസാണ്. എൻ്റെ തിയറി കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ കംപ്ലീറ്റ് തിയറി ആയിരുന്നു, പ്രോബ്ലംസ് കുറച്ചുള്ളൂ. ഞാൻ പ്രോബ്ലംസ് എല്ലാം എഴുതി. അത് കഴിഞ്ഞിട്ട് തിയറി എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എഴുതി. അതിലും കൂടെ കുറച്ച് പ്രോബ്ലംസ് എക്സാമ്പിളൊക്കെ ആയിട്ട് എഴുതി. ദൈവാനുഗ്രഹം ഞാൻ അത് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു 50%, ഞാൻ വിചാരിച്ച പൊട്ടുന്നതിന് ശേഷം എന്നാലും ഒരു 50% കിട്ടുന്നുള്ളത് തന്നെയായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ O കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്. അത് ശരിക്കും ദൈവാനുഗ്രഹം. അത് കൂട്ടുകാരന്മാർ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കും. ഞാൻ ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ അവർ പറയും ഓ അവൻ പഠിക്കണമെന്നില്ല, അവൻ ദൈവാനുഗ്രഹം. അത് ശരിക്കും ഞാൻ എന്നാലും ഫുള്ള് ഞാൻ എന്തുകൊണ്ട് ദൈവത്തിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവിടെ നിന്ന് ശക്തി വരും എനിക്ക് പഠിക്കാനായിട്ട്. ഇപ്പം ചിലർ പറയും ദൈവം പാതി നമ്മൾ പാതിയെന്ന്. പക്ഷെ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കംപ്ലീറ്റ് ഞാൻ ദൈവത്തിൽ കൊടുത്തേക്കണം. കാരണം അതിനുള്ള പവർ തരുന്നത് ദൈവം എനിക്ക് പവർ തരും. ഇപ്പം ഞാനിപ്പോൾ സത്യം പഠിക്കുക. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് കിട്ടും. എൻ്റെ അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ അമ്മ പറയും ഇവനാ നേരം കിടന്നുറങ്ങുക. ഞാൻ ശരിക്കും കിടന്നുറങ്ങാറുണ്ട് പഠിക്കുന്ന സമയത്ത്. ചിലപ്പോൾ ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ പഠിച്ചിട്ട് ചിലപ്പോൾ 1/2 മണിക്കൂർ കിടന്നുറങ്ങിയായിരിക്കും. പക്ഷെ എന്നാലും ദൈവം അനുഗ്രഹിച്ചെങ്കിൽ
മാർക്ക് കിട്ടും. കറക്റ്റ് സമയത്ത് വെളിപ്പെടുത്തി തരും. ഇനിയിപ്പോൾ ചെയ്യേണ്ട ഉത്തരങ്ങൾ ഏത് പോർഷൻസ് പഠിക്കണം, കുറേ പോർഷൻസ് ഒക്കെ ഞാൻ വെറുതെ വിട്ടുകളെ, അത് എക്സാമിന് വരില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതങ്ങനത്തെ. പിന്നെ വ്യക്തിപരം ഇപ്പോൾ ഞാൻ വാഹനം ഓടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ വീട്ടുകാർക്ക് അറിയാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ബൈക്ക് ഇനിയെങ്കിലും രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടായത് ശരിക്കും വലിയൊരു ആക്സിഡൻറ്റ് കാരനാണ്. ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂട്ടുകാരൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി പോകണ്ടായി. അത് ഏതാ വണ്ടി എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് ഫ്രണ്ടിൽ കൂടെ ഒരു ബസ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്കറിയാം, ഞാൻ പറയില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബസ്, കോളേജ് ബസ് ആയിരുന്നു. അവർ ഓപ്പോസിറ്റ് വന്നതും ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അവർ ട്രാക്ക് തെറ്റിച്ച് വന്നു. ഞാൻ എൻ്റെ ട്രാക്കിൽ തന്നെയായിരുന്നു. പക്ഷെ അവർ ട്രാക്ക് തെറ്റിച്ച് അവർ ഓവർടേക്ക് ആയിരുന്നു. ഞാൻ കണ്ണു തുറന്നതും ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കുന്നതും ബസ് ഫ്രണ്ടിൽ. ഞാൻ പെട്ടെന്ന് എന്തോ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ച് ബസ്സിൽ നിന്ന് വഴി മാറി ദൈവാനുഗ്രഹിച്ച് അതിനെ രക്ഷപ്പെട്ടു വന്നു. അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പിന്നെ അതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. കുടുംബം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫാമിലി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടുകാരെന്നെ പഠിപ്പിച്ചത് ഒരു കാര്യം എന്ന് പറയുന്നത് അവരെനിക്കൊരു സ്റ്റാർട്ടിങ് തന്നു. പിന്നെ ഞാനായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അത് പപ്പയമ്മ തന്നെ പറയാറുണ്ട്, ഞാൻ ചെയ്യണ കാര്യങ്ങൾ പോലും അവർക്ക് ഇപ്പോൾ ഡെയിലി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നമ്മളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അത് ശരിക്കും സ്റ്റാർട്ടിങ് വന്നത് പപ്പയമ്മയും എൻ്റെ അതുപോലെ തന്നെ അമ്മാമ്മയും അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇപ്പോൾ ഞാൻ എക്സാം വരുമ്പോഴായാലും ഞാൻ ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അമ്മയുടെ കേസ് മാത്രമല്ല പറയണം, ഒരുപാട് പേരോട് ഞാൻ എൻ്റെ പരീക്ഷയാണ് പ്രാർത്ഥിക്കണം പറയാറുണ്ട്. ഇപ്പോൾ അമ്മാമ്മയുടെ ഒരു സിസ്റ്ററുണ്ട്, പെങ്ങളൊരു സിസ്റ്ററായിട്ടുണ്ട്, ആൾ പറയാറുണ്ട്. പിന്നെ എൻ്റെ ആൻറ്റിയുടെ അമ്മയുടെ അങ്ങനെ ഒരുപാട് പേരോട് വീട്ടിലെ പപ്പയുടെ ചേട്ടനാനിയന്മാരുടെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തൊക്കെ എല്ലാവരോടും ഞാൻ പറയും ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ. കാരണം ഞാൻ അതിൽ ആ ഒരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും ഞാൻ ആ ശക്തിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ എല്ലാ കാര്യവും വീട്ടുകാരുടെ അടുത്ത് പറയേണ്ട കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്ത് സക്രിയോടെയാണ്. സക്രിയ, നമ്മുടെ ജോലിയുടെ മേഖലകളിലൊക്കെ ഒരുപാട് ടെൻഷൻസ് വരാം. ഇനിയിപ്പോൾ ചിലർ പറയും ഒരുപാട് റിച്ച് ആയി കഴിഞ്ഞ് കഴിയുമ്പം ആ ഷോപ്പ് കാണിക്കാൻ വേണ്ടിയാണ് ലഹരി ഉപയോഗിക്കണേ, അങ്ങനെയൊക്കെ പറയും. അതുപോലെ തന്നെ ഈ ലഹരി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലഹരിയും ഒരു സൈഡിൽ കൂടെ കടന്നു പോകുന്നു. ഇപ്പം ഈ മീഡിയയുടെ ഉള്ളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ തന്നെ കാണുന്നത്. പക്ഷേ തിയേറ്റർ മിനിസ്ട്രി, അതാണ് ഞാനിപ്പോൾ കൂടുതൽ എടുത്ത് പറയുന്നത്. തിയേറ്റർ മിനിസ്ട്രി അതുപോലെ തന്നെ ജീസസ് യൂത്തുമായി ചേർന്നുകൊണ്ട് ഒരുപാട് പേരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അതിന് പ്രചോദനമായ കുറേ അനുഭവങ്ങൾ സക്രിയയുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാവും. കാരണം ഇതുപോലെ തന്നെ എനിക്ക് ആരൊക്കെ ആകണം എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പലരും കാണിക്കുന്നതിന് കാരണം ഞാൻ എന്തോ അല്ല എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുമ്പോഴാണ്, സൈക്കോളജിക്കലി എനിക്കെന്തോ കുറവുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആരൊക്കെ ആണെന്ന് മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സക്രിയയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഇവരോട് പറയാനുള്ള കാര്യം, അല്ലെങ്കിൽ സക്രിയ എങ്ങനെയാണ് ഈശോയിലേക്ക് അടുപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഈശോയിൽ വളരുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് വരുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചെറിയൊരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി ആരംഭിച്ചതാണ്. അപ്പോൾ കോവിഡ് സമയത്ത് അപ്പോൾ ഞാൻ കൊരട്ടിയുടെ കോർ ടീമിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ട്. അങ്ങനെ ഞാൻ നമ്മുടെ പ്രചോദിയിൽ തിയേറ്റർ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പരിപാടി മാത്രമാണ് സത്യത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതെന്നെ ഒത്തിരിയേറെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പരിപാടിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളന്ന് ആ സമയത്ത് എബോവ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പരിപാടിയായിരുന്നു ചെയ്തിരുന്നു. നമ്മുടെ മാരാരിക്കുളത്ത് ചെയ്ത അതേ സെയിം പരിപാടി. അപ്പം അന്ന് പാരിഷ് കൗൺസിലിന് ചെയ്ത. അപ്പോൾ ആ സമയത്ത് നമ്മളെ പ്രോഗ്രാം ബീച്ചിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈശോ വരുന്നു, അതായത് അങ്ങനത്തെ ഒരു ഇൻസിഡൻസ്, ഈശോയുടെ സ്പോട്ടിങ് സംഭവമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗറിയിലുള്ളവർ പറഞ്ഞത് ഇത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു അത്രയും കാരണം നമ്മളിപ്പോൾ നോർമലി ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുന്നു. കാരണം ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒരു പെർഫോമൻസ് കാണിച്ചിരുന്നു, വൻ കൊളായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ച ചേച്ചി ഇറക്കി ആൾ കരഞ്ഞു. ഈ പിള്ളേർ എന്തുട്ടാ കാണിച്ചത്, കാരണം കോളേജല്ലേ, അപ്പോൾ നമ്മൾ കോളേജിലെ പിള്ളേരെ ക്യാച്ച് ചെയ്യണ്ടേ, അത് പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഗിൽറ്റി അടിച്ചു. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമ്പസാരിച്ചിട്ട് വരണം. അപ്പോൾ ഞങ്ങളൊരു പെയർ ഡാൻസ് പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ഏതോ സ്റ്റെപ്പ്, ആ കൊച്ച് വേറെ ഏതോ സ്റ്റെപ്പ്, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമായിരുന്നു. മൊത്തത്തിലെല്ലാം കൊളായി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു ഇതടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുമ്പസാരത്തിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങളുടെ ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുമ്പസാരിച്ച് നിങ്ങളെ തന്നെ ഒരു ഇതാക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. കാരണം നമുക്കിവിടെ ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു വൈബ് കാണും, പക്ഷെ അതല്ല, നമുക്കൊരു ഹോളിനെസ് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഇത് നമ്മൾ സാധാരണ സ്റ്റേജ് ഷോ കാണിക്കുന്ന പോലെയല്ല, ഇത് നമ്മൾ ഈ ഷോയിനെ നമ്മുടെ ആക്ഷൻ ത്രൂ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു തിയേറ്റർ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതായിരിക്കണം, ഇതൊരു പ്രീച്ചിങ് പോലത്തെ ഒരു അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങളുള്ളിൽ, അപ്പോൾ അതിനുള്ള ഹോളിനെസ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ കുമ്പസാരിച്ച് നമ്മളിങ്ങനെ കൊന്തൊക്കെ ചൊല്ലി ആ ഒരു ഇതിലൊക്കെ ഇത് ശരിയല്ല. അപ്പോൾ അവിടെ രാത്രിയൊക്കെ ദിവ്യകാരുണ്യം 24 hours അവിടെ, അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ. അപ്പോൾ ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യാണ് മാറി മാറി. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കലും പ്രാർത്ഥിക്കലും എനിക്ക് ഭയങ്കര. അപ്പോൾ എനിക്കുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ എബോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിങ് പരിപാടിയായിരുന്നു. ശരിക്കും അന്ന് എനിക്ക് ഞങ്ങളുടെ ആ ഒരു പരിപാടിയിൽ ഈശോ ആയിട്ട് ചെയ്യുന്ന ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഈശോനെ കാണാം. കാരണം ഞാനാണെങ്കിൽ ഷോർട്ടാണ്, എന്നെ എന്തിനാ അത് കാസ്റ്റ് ചെയ്തതെന്നുള്ള അറിയില്ല. ഞാനൊരു ആസ് എ ഡിസൈപ്പിളായിട്ടായിരുന്നു എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചോദിക്കുകയും ചെയ്ത് എന്തിനാണ് എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളങ്ങനെ തിരഞ്ഞെടുത്തതല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് ഓരോരുത്തർ തോന്നും അങ്ങനെ തിരഞ്ഞെടുത്താണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വല വിരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈശോ ഞങ്ങളുടെ പുറകിൽ വന്ന് ഞങ്ങൾ വിളിക്കുന്നു, ഫോളോ മീ എന്ന് പറയണു. അപ്പോൾ ആളെ ഞാൻ ശരിക്കും ഞങ്ങളെ പെർഫോമൻസ് അപ്പോൾ കയ്യടിയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ ആക്ച്വലി ഈശോ വന്നതിൻ്റെ കയ്യടിയാണ്. പിന്നെ സ്പോട്ടിങ് ചെയ്യണു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് തോന്നി. അത് ആ ഷോ ഇറങ്ങിയതിന് ശേഷം ഈ ചേച്ചിമാരും ചേട്ടന്മാരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ഹീലിംഗ് ആയിരുന്നു. സംതിങ് ഞാൻ എന്തോ ചെയ്തു എൻ്റെ ഈശോയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈശോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ചെയ്തു എന്നുള്ളൊരു ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി പറഞ്ഞ പോലെ തന്നെ. പിന്നെ എനിക്ക് വന്ന ഒരു ബ്ലെസ്സിങ് എന്നൊക്കെ പറയണത്, എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ കുറേ കാര്യങ്ങളിൽ ഞാൻ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു ടൈപ്പായിരുന്നു. ഞാൻ മുന്നേ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് സെമിനാരിക്കൊക്കെ പോയി നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ്, ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഫോർമേഷൻ തരും നമ്മുടെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്കും ഇങ്ങനെ ഒരു ടാലൻറ്റ് ഉണ്ട്, എനിക്കും ഇത് ചെയ്യാൻ. പിന്നെ അവിടെ നിന്ന് വന്ന് എനിക്ക് അങ്ങനെ കോണ്ടാക്ട്സുകൾ എനിക്ക് ഇങ്ങനെയുള്ള കോണ്ടാക്ട്സുകളൊക്കെ പയ്യെ കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് നാൾ പുറത്തേക്കൊക്കെ ജോലിക്കൊക്കെ പോയി. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ്. എന്നിട്ടും ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് പോലും എനിക്ക് ആരും അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരവരുടേതായിട്ടുള്ള തിരക്കിലല്ലേ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ അങ്കമാലി സോണിൻ്റെ ഭാഗമാട്ടോ. അപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നെ പേര് ഞാൻ പറയണമെന്ന് വിളിച്ചു, ഏഞ്ചൽ ചേച്ചി വിളിച്ചു, സക്രി ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പ്രിൻറ്റോ, അവൻ ജർമ്മനിക്ക് പോയി. അത് പോയത് എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അവൻ നന്നായിക്കോട്ടെ, മീൻസ് അവൻ രക്ഷപ്പെടണേനല്ല, ബട്ട് അവനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ പോയപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഇതുപോലെയൊക്കെ ചെറുതായി കണ്ണെന്നറിയുന്നു. അല്ല, ഞാൻ ശരി, കാരണം ഞാൻ അവനാണ് ഒരുമിച്ച് എപ്പോഴും ജീസസ് യൂത്തിലേക്ക് പോകാറ്. കാരണം ഞങ്ങളുടെ പള്ളിയിൽ ഫുള്ള് KCI വൈബാണ്. അപ്പോൾ ഞാനാണ് ഈ ഒരു പരിപാടിക്ക് ഇങ്ങനെ. അപ്പോൾ അവർ പറയും കളക്ഷൻ അടിക്കാൻ പോകണമല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളങ്ങനെ കളക്ഷൻ അടിക്കണം എന്നുള്ള രീതിയിലല്ല, നമുക്ക് അവിടെ എന്തൊക്കെയോ ഒരു ഈശോ, അതായത് നമ്മളിപ്പോൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞതിന് ഒരു പ്രെയർ ഇത് വേണം. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ പഠിക്കാത്തതിനല്ല എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ എന്നെ ശിക്ഷിച്ചിട്ടുള്ളത്, ചീത്ത പറഞ്ഞിട്ടുള്ളത്. പള്ളിയിൽ പോവാത്തതിലും കുർബാനയ്ക്ക് പോവാത്തതിലാണ്, കുമ്പസാരിക്കാത്തതിലാണ് ആളെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പിണങ്ങിയത്. എനിക്ക് എൻ്റെ അമ്മ പിണങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു സംഭവം. അപ്പോൾ ഈ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്കൊരു എപ്പോഴും ഒരു മറവ. കാരണം ഞാൻ പ്രയറിന് പോവാലോ എന്നുള്ളൊരു രീതിയിലാണ് ഞാനങ്ങനെ. അപ്പോൾ എൻ്റെ കൂടെ നിന്നവൻ അവനായിരുന്നു. അപ്പോൾ അവൻ പോയപ്പോൾ എനിക്കൊരു വിഷമം. അപ്പോൾ അങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് വീണ്ടും അങ്കമാലി സോണിൽ നിന്ന് വിളി വരുന്നത്, നീ എവിടെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും നീ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആ മീറ്റിങ്ങിന് പോയപ്പോൾ ഓൾ കേരള ടീമിൻ്റെ ഒപ്പമായിരുന്നു കിഡ്സ്. അപ്പോൾ ഞാനൊക്കെ ഇവരൊക്കെ ശരിക്കും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പരിപാടിക്ക് വലിയ സ്റ്റേജിലൊക്കെ സീറ്റിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവർ വെറുതെ സാധാരണക്കാരായിട്ട് അവിടെ ചിപ്സും ചായയും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇവർ വർത്താനം പറയും, ഞാൻ അവരുടെ കൂടെ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ അവർക്ക് ദൈവം ഞാൻ ഇതിനൊക്കെ വേർത്താണോ? കാരണം ഞാൻ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് ഇരിക്കുകയാണല്ലോ. അങ്ങനെ ഇവർ ഓൾ കേരള ടീം കിഡ്സിൻ്റെ, അതായത് ഇപ്പോഴും നമ്മൾ യൂത്തിനെ കുറിച്ച് പറയണു. ഇപ്പോൾ കിഡ്സ് നമ്മൾ 6 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന പിള്ളേർക്കുണ്ട്. അപ്പോൾ
ആ പിള്ളേർ പോലും ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെക്കാൾ അപ്ഡേറ്റഡ് ആണ്. ഞാൻ 6th പഠിക്കണ പോലെയല്ല ഇപ്പോൾ പിള്ളേർ. ഞാനിപ്പോൾ എന്ത് ചിന്തിക്കണം അതാണ് ഇപ്പോൾ 6th പിള്ളേർ ചിന്തിക്കുന്നത്. സോ അത് ഇവരൊക്കെ സത്യമാണ്. അപ്പോൾ നമുക്ക് അവർക്കൊരു അവയർനെസ് കൊടുക്കണം എന്നുള്ള. അപ്പോൾ ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻറ്റൻഷനാണ്, ശരിയാണ്. അപ്പോൾ ഇവർ അപ്പോൾ എൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഭാഗമായിട്ടല്ല ഇപ്പോൾ നിൽക്കണം. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി അച്ഛന്മാരെ വിളിക്കുക എന്നുള്ളതാണ്. പാപികളെ ഞാനൊരു വലിയൊരു പാവി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ ചെയ്യണത് കുമ്പസാരിക്കാൻ മടി കാണിച്ചേന് ഇപ്പൊ കുമ്പസാരിപ്പിക്കാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊക്കെ ഇത്ര നേരം സംസാരിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന കുറച്ച് പോയിന്റുകൾ ഞാൻ പറയട്ടെ. നമ്മൾ ആരൊക്കെയോ അല്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ ആകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പലതും നമുക്ക് കൈവിട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ അതിലൊന്നും പെടാതിരിക്കുന്നതിന് കാരണം നിങ്ങളുടെ ബന്ധങ്ങളാണ്, നിലനിർത്തപ്പെടുന്ന നല്ല ബന്ധങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയാണോ ഈശോയിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പം നിങ്ങളിൽ 3 പേര് ജീസസ് യൂത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായപ്പോൾ അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? ബന്ധങ്ങളെ നിലനിർത്താനും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് എത്തുന്നതും ഈ സംഘടനകൾക്ക് അത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഏതൊരു കാര്യം തുറന്ന് പറയാനായിട്ട് ഇവരുടെ അടുത്ത് പറ്റും. ജീസസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേ കൂട്ടായ്മ പോലെയാണ്. നമുക്കെല്ലാം തുറന്ന് പറയാം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ പറ്റി നിനക്ക് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കും. നമുക്ക് ആ ഒരു സൊല്യൂഷൻ അവർ എപ്പോഴും നമുക്ക് കണ്ടുപിടിച്ച് തരും. അങ്ങനെയാണ് അവർ. ജീസസ് യൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുകാർ മാത്രമായിട്ടുള്ള ബന്ധമല്ല, ചിലപ്പോഴൊക്കെ വീടുകളിലേക്ക് വരികയൊക്കെ ചെയ്യില്ലേ എല്ലാവരുടെ ജീസസ് യൂത്തിലെ മെമ്പേഴ്സ് അവരുടെ വീട്ടിലെ പേരൻസുമായിട്ട് ഒരു കണക്ഷൻ? പാരൻസായിട്ട് നല്ല കണക്ഷൻ എന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ആദ്യം പാരൻസിനോടൊക്കെ ചോദിക്കും വീട്ടിൽ ഓക്കെ ആണോ, എന്നിട്ട് നമ്മളോട് സെറ്റ് ആക്കണം. കാരണം അത്രയും സേഫ്റ്റിയും കൂടി നമുക്ക് ജീസസ് യൂത്തിൻ്റെ ഇതിൽ നമുക്ക് കിട്ടാറുണ്ട് എല്ലാം ചോദിച്ചിട്ട്. സക്രിയ ഇങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ സക്രിയക്ക് അങ്ങനെ ഫോർവേഡ് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, കുറവൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ എത്ര ഇതാണെങ്കിലും നമ്മളറിയുന്ന നല്ല നല്ല സുഹൃത്തുക്കൾ നമ്മുടെ പുറകിലുണ്ട്. അപ്പോൾ ഇവനെ കൊണ്ട് ഇവനതൊരു കാലിബർ ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് അവർ വിളിക്കുകയാണ്. ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും അവരതിനെ നമ്മളെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് കൊണ്ടുവരും അവർ. പിന്നെ അതുപോലെ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പോൾ വീടുകളിലേക്ക് വരാം. ചിലപ്പോൾ അപ്രതീക്ഷ ഇപ്പം ഞാനൊരു ബോയാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരെ ചോദിക്കൊന്നും വേണ്ട, വരുന്നു, സംസാരിക്കുന്നു, അമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. നമ്മുടെ ഒരു ഫാമിലി എന്ന പോലെ ഇപ്പോൾ ഞങ്ങൾ മീറ്റിങ്സൊക്കെ കൂടുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്, ആ ഫ്രീഡം. ഇപ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക, ഒരു ഫാമിലി ആ ഒരു ഇതായിട്ടുള്ള ഒരിതുണ്ട്. ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ പോലും വായോ നമുക്ക് എന്നാൽ ഒരു ചായ കുടിച്ച്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്സ് ഇനി അടുത്തത് എന്ത് ചെയ്യാന്നുള്ള ഒരു ഇതായിരിക്കും. ഈശോയിനെ കൊടുക്കാനായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് വേറെ ഒന്നല്ല നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ കരിയർ ഡെവലപ്പിന് വേണ്ടിയിട്ടും ഇവർ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ചില സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ ഇപ്പോൾ ജോലിയുടെ വേക്കൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇതിൽ പോലും ഇത് ചെയ്യണം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് പേഴ്സണലി ഞാൻ പേര് പറയണില്ല, അവനാണെങ്കിലും വീട്ടിൽ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ഞാൻ അവന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ എന്താണ് നിൻ്റെ സീക്രട്ട്? അപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താ, ഞാൻ ദിവ്യകാരനായിട്ട്. കാരണം ഞാൻ കണ്ടുള്ള ആളൊരു ഞാൻ ആരെന്ന് പറഞ്ഞ ആൾ സോണിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ. പക്ഷെ ആളെന്നെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യലും ആളെന്നെയും കൂടി വിളിച്ച് ഞങ്ങൾ അങ്കമാലി പള്ളിയിൽ അവിടെ ദിവ്യകാരണത്തിൽ പോയി ഇരിക്കലും പ്രാർത്ഥിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഈശോയോട് ഞാൻ കാര്യമായിട്ടൊന്നും പറയാറ്, നമ്മളവിടെ ജസ്റ്റ് പോയി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറേ ആൻസറുകൾ നമുക്ക് ചിലപ്പോൾ കിട്ടും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിലുണ്ട്. വിളിക്കൽ, ഫോളോ അപ്പ് ചെയ്യൽ, അത് ഏറ്റവും വലിയ എനിക്ക് ഒരു ഇതായിട്ട് തോന്നി. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും എന്നെ വിളിക്കുക, ഒരു റെസ്പോൺസിബിലിറ്റി തരാം എന്നുള്ളത് പറഞ്ഞാൽ അത് ഒരു ഇതല്ല. കാരണം അവർക്ക് ആരും കിട്ടാണ്ടല്ല. ബട്ട് അവനിങ്ങനെ ഒരു മൂലയ്ക്ക് ഉണ്ട്, സക്രിയ ഇവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരത് വിളിച്ചിരിക്കുക. അപ്പോൾ അത് നമുക്കെപ്പോഴും ഒരു ലോൺലി ഫീൽ ചെയ്യില്ല, നമ്മുടെ കൂടെ ഈശോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈശോയിൽ നിന്ന് മാറാൻ നോക്കിയാലും അതെ അങ്ങനെ സംഭവമുണ്ട്. അതുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഞാൻ ആളോട് ഭയങ്കരമായിട്ട് എനിക്ക് ആൻസർ കിട്ടാത്ത സമയത്ത് പോലും ഞാൻ ഭയങ്കരമായിട്ട് ആളെടുത്ത് പിണങ്ങും. അപ്പം എൻ്റെ അമ്മ പറയും, നീ ദൈവത്തിനെ മാത്രം നീ ഇങ്ങനെ ഇത് പറയരുതിട്ട്, അത് ശരിയല്ലാത്തൊരു കാര്യമാണ് സക്ര. അപ്പോൾ ഞാൻ പറയും, എൻ്റെ അമ്മ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ അടുത്ത് ഞാൻ വഴക്ക് കൂടിയാലും ഞാൻ ഇതല്ലേ പറയാം. പിന്നെ മമ്മി പേടിക്കണ്ട, എന്തൊക്കെ ഉണ്ടെങ്കിലും
ഞാൻ ആളുടെയിലേക്ക് തന്നെയാണ് റൗണ്ട് ചെയ്തൊരു ലൂപ്പ് പോലെ തിരിച്ച് ആളുടെയിലേക്ക് തന്നെയാണ് വരുള്ളൂ. അതുകൊണ്ട് മമ്മി പേടിക്കണ്ട, ഞാൻ എവിടേക്ക് പോയാലും ആൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഇത് എൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എയ്ത്തിസ്റ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പോലും ഞാൻ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ട്. കാരണം നമ്മൾ അധ്വാനിച്ച നിൻ്റെ ദൈവമൊന്നും നിനക്കൊന്നും കൊണ്ടുവന്ന് തരുന്നില്ല. നീ ഹാർഡ് വർക്ക്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പ്ലസ് നമ്മുടെ കൂടെ ഇഷ്യൂ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനും കൂടെ ഉള്ളൊരു സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചിലപ്പോൾ ചിലവരുടെ ജീവിതത്തിൽ ഇവർ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അവർക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അവർ ഓക്കെ അല്ലേ, ഞാൻ ഇത്രയും കിടന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇത്ര കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എൻ്റെ ദൈവം എനിക്ക് മാത്രം ആൻസർ ചെയ്യാത്ത. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ബട്ട് നമ്മൾ അവരുടെ ലൈഫിലേക്ക് പോയിട്ടില്ലല്ലോ. അവരുടെ ലൈഫിൽ ബുദ്ധിമുട്ട്, അവരുടെ ലൈഫിലെ സ്ട്രഗിൾസ് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒന്നുമല്ല, ഇതിലുള്ള പോലെയല്ല റിയൽ ലൈഫ് എന്നൊക്കെ പറയുന്നത്. റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ നമ്മുടെ ജെറുസലേമിലെ സിജു ടു ബി വിത്ത് ജീസസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഞാൻ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അച്ഛൻ പറയുന്ന കുറേ കാര്യങ്ങളായാലും ആൾ ജീസസ് യൂത്തിനെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ കുറേ ക്ലാസ്സുകൾ ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആളും എനിക്ക് മനസ്സിലായൊരു കാര്യം, എപ്പോഴും നമ്മൾ നമ്മുടെ പ്രയർ ഇൻറ്റൻഷന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള യഥാർത്ഥ ഒരു ഹിതം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ ഈശോ ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യനീതിയൊക്കെ അന്വേഷിക്കും, പിന്നെ നമ്മളെ കൊണ്ടുപോയിക്കോളും എന്നുള്ള രീതിയിലാണ്. അപ്പം അതാണ് അങ്ങനെ നമ്മള് ജീസസ് യൂത്ത് അങ്ങനെ സംഘടനകളുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരു എബിലിറ്റി ഉണ്ടെന്ന് തോന്നാൻ. അതെ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്ക് പോലും എടാ നീ ഇത്രയും പഠിച്ചതല്ലേ, നീ എന്തിനാ ഈ വർക്കിനൊക്കെ പോണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ച് നമ്മളെന്തിനാ ഇപ്പം നിങ്ങൾ ജർമ്മനി പോവും, നിങ്ങൾ കാനഡയിൽ പോവും, നിങ്ങൾ ചെയ്യണ വർക്ക് എന്താ, അത് തന്നെയല്ലേ ഞാൻ നാട്ടിൽ അന്തസ്സായിട്ട് ചെയ്യുന്നത്. സോ ഞാൻ അങ്ങനെ അത്ര ഇതായിട്ട് കാണുന്നില്ല. നമുക്ക് എന്താ മഹത്വമുണ്ട്. സോ ഞാൻ അതായിട്ടാണ്. ബട്ട് എന്തെങ്കിലും നമുക്ക് ദൈവം നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാനെന്നും ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ പേപ്പറിൽ എഴുതും എൻ്റെ ഡ്രീംസ്. ഇതാണ് ഈശോ ഞാൻ ജീസസിന് എഴുതിയിട്ട് ഈശോ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ആൾക്കൊരു ലെറ്റർ എഴുതിയിട്ട് ഞാൻ ഈശോ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനത് എഴുതും. ഇത് ഞാൻ ശരിക്കും ഇത് വെറുതെ കിട്ടിയത്. ഞാൻ സെമിനാരിൽ നിന്ന് എനിക്ക് ഡയറി എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു ഇതെന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് കഥയായിട്ട് എഴുതാണ്ട് ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ ഈശോ ഇതൊക്കെ ആട്ടോ എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ, നീ മീൻസ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് വെച്ചിട്ട് ഞാനത് മടക്കി അത് വെക്കും. അതെൻ്റെ അമ്മയ്ക്ക് പോലും ഞാൻ കാണിച്ചു കൊടുക്കാറില്ല അതെന്താണെന്ന് ഞാൻ പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ റിയലൈസ് ചെയ്യണ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞു ഇപ്പം ഈ വിളിച്ച കോള് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു പാർട്ട് ഓഫ് സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീഡിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നിൽക്കാന്നുള്ളത്. ബട്ട് ചിലപ്പോൾ എല്ലാം കൂടിയുള്ള മിക്സിലല്ല, പക്ഷെ നല്ലൊരു ഇൻറ്റൻഷൻ. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് സ്റ്റോറി എഴുതുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞ നല്ല സ്റ്റോറി, നല്ല നമ്മൾ ബഡ്ജറ്റ് കൂടിയതല്ലെങ്കിൽ പോലും നല്ലൊരു സ്റ്റോറി കണ്ടൻറ്റ് എപ്പോഴും നമുക്കുണ്ടെങ്കിൽ നമുക്കത് ആ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിഷനിൽ അങ്ങനെയാണ് കാണാൻ. അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവർക്കത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അത്ര എഴുത്തും കാര്യങ്ങളൊന്നും അല്ല. ബട്ട് എൻ്റെ ഒരു ഡ്രീം, അപ്പോൾ എനിക്കത് കിട്ടുന്ന പോലെ അതെന്തോ ഇങ്ങനെ ഈശോ വഴി ഒരുക്കി തരുന്ന പോലെ ഉണ്ട്. സോ ഞാൻ ഫുള്ളും ആളുടെ അടുത്തിട്ട് നീ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു ഗ്യാരണ്ടി ആൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ആള് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നുള്ളു തന്നു ഇടയ്ക്കിടയ്ക്ക്. അത് ഉറപ്പാണ്, അത് ലൈഫിൽ അത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തീർക്കുന്നത് നമ്മളെപ്പോഴും ഒരു സംഘടനയുമായി, ദൈവികമായ ഒരു സംഘടനയുമായി ചേർന്ന് നിന്ന നമുക്ക് സ്വന്തം കാലിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടാനായിട്ടുള്ള ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരാളോട് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എബിൻ. അപ്പോൾ എബിനോട് ചോദിക്കാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച്. കാരണം എബിൻ കുറേ നാൾ പുറത്തായിരുന്നു, കുറേ നാൾ സ്ഥിരമായി ഡെയിലി ദിവ്യകാരുണ്യം കൂടാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ കാറ്റഗറീസൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഇവിടെയുണ്ട്, ഇവിടെ ഡെയിലി കാറ്റഗറീസ് ഒക്കെ നടക്കുന്നുണ്ട്. പേഴ്സണലി ഞാൻ പറയാം, കാറ്റഗറീസ് നടക്കുന്നുണ്ടെങ്കിലും പാതി കുട്ടികളും
ട്യൂഷൻ മുടക്കിയിട്ട് കാറ്റീസം വരത്തില്ല, കാറ്റീസം മുടക്കി ട്യൂഷന് പോകും. ഓക്കെ, ഇങ്ങനൊരു വിശ്വാസ പരിശീലനം ഇവിടെ നടക്കുന്നുണ്ട്. ആരും കുറവുകളൊന്നുമല്ല, കുട്ടികൾ വരാതെയാവുമ്പോൾ കൂടുതൽ കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ എവിടെയാണ് പാളിപ്പോകുന്നതായിട്ട് എബിന് തോന്നുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. 100% കറക്റ്റ് ആവണമെന്നില്ല, എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഒരു കാറ്റീസിൽ പരീക്ഷ ഉണ്ടാ ഇവിടുത്തെ കാറ്റീസ്. ഓക്കെ, ഇവിടുത്തെ കാറ്റീസിൽ പരീക്ഷ ഉണ്ട്, പാസ് മാർക്കും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാസ് ആവണവരും തോക്കണവരുണ്ടാവും. 10ഉം 12ഉം ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നിന്ന് തരും, രൂപതയും തരും. ഓക്കെ, ഓക്കെ, SSLC +2 പരീക്ഷ ഞാനിവിടെ 9 തൊട്ട് കയറുന്നത്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ചോദിക്കാൻ ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിച്ചാൽ ഇവിടുത്തെ +1 +2 ഒക്കെ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം എങ്ങനെയാണ്? സെയിം തന്നെയാണോ? എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു ഡിഫറൻസ്, രണ്ടും പരീക്ഷ പഠിക്കുന്നത് ഒരു ഡിഫറൻസ് ആർക്കും അല്ലേ? ഒരു ഡിഫറൻസ് ഇല്ല. ഞാൻ മസ്കറ്റിൽ 8 വരെ പഠിച്ചിട്ട് ഇതുവരെ പരീക്ഷ ഉണ്ടായിട്ടില്ല. പരീക്ഷ വേണമെങ്കിൽ വെറുതെ ക്ലാസ് ടെസ്റ്റ് പോലെ ടീച്ചർമാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാം. അത് വെച്ചിട്ട് ഞാൻ 30-ൽ 3 വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പാസ്സായി പോയി. പക്ഷേ ടെസ്റ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞത് കാണാപ്പാടം പഠിക്കാണ്ട് എന്തോ, പക്ഷെ എനിക്ക് വന്നിട്ട് എനിക്ക് വിശ്വാസമുണ്ട് അത് ഞാൻ കാണാപ്പാടം പഠിച്ചതല്ല. അത് ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ബാക്കിയുള്ള പിള്ളേരാണ് കുറെ നമുക്ക് കുഞ്ഞാടുകൾ നഷ്ടപ്പെട്ടു. പിന്നെ കാലങ്ങൾ കടന്നുപോയി. പിന്നെ പണ്ടത്തെ ഒരു സിസ്റ്റം അല്ല ഇപ്പോഴും പഠിക്കാനായിട്ട് ഒരുപാടായി തുടങ്ങി. പണ്ടത്തെ പഠിക്കാനുള്ള പോലെയല്ല ഇപ്പോഴും. ഇത് ഞാൻ പറഞ്ഞില്ല 100% കറക്റ്റ് ആണെന്നില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാ പിള്ളേരും ചിന്തിക്കുന്നതായിരിക്കും 6 ദിവസം ഇപ്പം ഇപ്പോഴും ശനിയാഴ്ചകളിൽ ഇപ്പോൾ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. 6 ദിവസം ക്ലാസ്സിന് 7-ാം ദിവസം വീണ്ടും പോയിരുന്ന് പഠിക്കണം, വീണ്ടും പരീക്ഷ എഴുതണം, കാറ്റീസം പരീക്ഷ. അതും കാറ്റീസം പരീക്ഷ സ്കൂൾ പരീക്ഷ പോലെ തന്നെ 2 ടേം ആയിട്ടുണ്ട് അല്ലേ? 2 ടേം ആയിട്ടുണ്ട്. 2 ടേം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യത്യാസം എനിക്കും ഞാൻ ആലോചിച്ചിട്ടും കാണില്ല. എക്സാമൊക്കെ അവിടെ കാണാപ്പാടെ എഴുതാനായിട്ട് വരും. എക്സാം സെൻട്രിക്ക് ആവാണ്ട് കാറ്റീസം എൻ്റെ വിശ്വാസം വെച്ചിട്ട് ഇപ്പം ഇങ്ങനൊരു പ്രോഗ്രാം സിസ്റ്റർ കണ്ടക്ട് ചെയ്യല്ലേ, അതെന്തിനാണ്? ഓരോ അനുഭവങ്ങൾ പറയുന്നതാ. അപ്പോൾ അത് ചെറുപ്പം മുതൽ തുടങ്ങിയാലോ? ഇപ്പം ഞാനൊക്കെ എൻ്റെ 21-ാം വയസ്സിലാണ് സിസ്റ്റർ ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ അനുഭവങ്ങൾ പറയുന്നത്. ഇത് ഈ ചെറുപ്പം മുതൽ തുടങ്ങിയാലോ? 5 വയസ്സിലൊക്കെ പിള്ളേർ വന്ന് എൻ്റെ അനുഭവം പറയണം, എൻ്റെ ഈശോ എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നു. അപ്പോൾ ബാക്കിയുള്ള കാണുന്ന പിള്ളേർക്ക് എന്തായിരിക്കും? അപ്പോൾ അത് കുറച്ചുകൂടി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ എക്സാം നമ്മുടെ എക്സാമിൻ്റെ പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാർത്ഥന ഇപ്പോൾ കാണാപ്പാടം പഠിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് കാണാപ്പാടം പഠിക്കുന്നത്? അർത്ഥം മനസ്സിലാക്കി പഠിക്കട്ടെ. ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അർത്ഥം എന്താണ്? ഐ ബിലീവ് ഇൻ ദ ഗോഡ്. ഞാൻ എൻ്റെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ദ ഗോഡ് ദ ഫാദർ ഓൾമൈറ്റി ദി ക്രിയേറ്റർ ഓഫ് ഹെവൻ. അപ്പോൾ അത് പറയാൻ ഞാൻ എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഇത് ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടല്ല, ഒരു ഇതാണ്. സങ്കീർത്തനം 93 എനിക്കറിയാം, അത്യുന്നതത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കാനും. അപ്പോൾ അതെന്തിനാണ് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇത് ശരിക്കും എക്സാം എഴുതിപ്പിക്കുന്നത് എനിക്കറിയാം. പിള്ളേരുകൾ പ്രാർത്ഥന പഠിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇതേ പിള്ളേരോട് തന്നെ പോയി നാളെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നല്ല, ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നല്ല. ഇപ്പം എനിക്ക് എല്ലാ പ്രാർത്ഥനയും എനിക്ക് അറിയുന്നില്ലേ, കാണാപ്പാടം എനിക്ക് കുറേ പ്രാർത്ഥനകൾ അറിയാത്തതുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് ആവാണ്ട് കുറച്ചുകൂടി ഇപ്പോൾ പിള്ളേരുകൾക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ അവിടെ കാറ്റീസിൽ കാണിച്ചൊരു ഓർമ്മയുള്ളത്, പവർ പോയിന്റിൽ കാണിച്ചെന്ന് ഒരു പള്ളിയിൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു പള്ളിയിൽ അവിടെ ഒരു വൈദികൻ കുർബാന കൊടുത്തതിന് ശേഷം അയാൾ പുറത്ത് വന്നിട്ട് തുപ്പിക്കളെ പുറത്ത് പോയി എന്തോ ചെയ്തിട്ട് ആ വൈദികനത് കണ്ട് അത് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. ഇതാണ് എൻ്റെ ഒരു ഓർമ്മ, ഇങ്ങനെ കേട്ടതാണ് എൻ്റെ ഓർമ്മ. അതൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്, 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ബ്ലഡും ഫ്ലഷും ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്തു. ഇതിപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞുതരാം, 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലാണ് ഞാൻ ഇത് ഇരുന്ന് കാണുന്നത്. അപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ സിസ്റ്റർ ആലോചിച്ച് നോക്ക്. അപ്പോൾ അതിപ്പോഴും ചിലപ്പോൾ ചില കാറ്റീസം ടീച്ചർമാർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഫോർമലൈസ് ചെയ്യാണ്, എല്ലാ കാറ്റീസം ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് വരുമായിരിക്കും. ഞാൻ പറയുന്നത് എക്സാമിൻ്റെ എന്ന് പറഞ്ഞാൽ ചില എല്ലാവർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളണമെന്നില്ല. എക്സാമിൻ്റെ ഒരു ആവശ്യകത ഞാൻ കാണുന്നില്ല. അവർക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, സ്നേഹിക്കണം, എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറണം, എങ്ങനെ ദൈവത്തെ കൂടുതൽ അറിയണം, ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കണം. ഇപ്പോൾ ബൈബിള് എല്ലാവരും വായിക്കും. ഇപ്പോൾ കാറ്റീസം പഠിച്ച എല്ലാവരും ബൈബിള് ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കണം, ഉണ്ടാവട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അത് വായിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി പിള്ളേരുടെ മനസ്സിൽ നിന്ന് ഈ തോട്ടും എനിക്ക് എക്സാം എഴുതണം ആ ഒരു തോട്ട് തന്നെ പോകുമെന്ന് ഞാൻ വിചാരിക്കും. ചെറുപ്പം മുതൽ ഇപ്പോൾ ഒരു വെറുപ്പ് വന്നു, എനിക്ക് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണം, എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇതന്നെ ഇരുന്ന് പഠിക്കണം. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പിള്ളേരുടെ മനസ്സിൽ ഇപ്പം രാവിലെ പള്ളി സിസ്റ്റർ പറഞ്ഞില്ലേ കാറ്റീസം ട്യൂഷൻ മുടക്കിയിട്ട് ഇപ്പം രാവിലെ എനിക്ക് ട്യൂഷനുകൾ ഉണ്ടാവുന്ന സമയം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പപ്പനോട് പറഞ്ഞത് നീ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടുള്ള ട്യൂഷൻ മതി, അപ്പോൾ ട്യൂഷൻ നേരത്തെ ആക്കും.
എന്നാലും ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സമയമുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് അവരവരുടെ സാഹചര്യം പോലെ. നമ്മൾ യേശുവിന് വേണ്ടി സമയം ചിലവാക്കുക, തിരിച്ചവിടെ നിന്ന് അനുഗ്രഹം കിട്ടും. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അല്ലേ? നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയൊക്കെ കടന്നു പോവാണ്. അതായത് പള്ളിയുമായി ചേർന്ന് നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു, നിങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ വാങ്ങുന്നു, കുടുംബം പറയുന്ന അനുസരിക്കുന്നു. ഇത് നിങ്ങൾക്കൊരു ബേർഡനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. എന്താ തോന്നാത്തത്? കാരണം നമ്മൾ ഈശോനെ അറിയില്ലേ, അതെനിക്ക് ഒരിക്കലും ഈശോനെ സ്നേഹിക്കുന്ന അല്ല, മറ്റുള്ളവരെല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നൊക്കെ ഉണ്ട് ഞങ്ങളുടെ ലൈഫിൽ. ഞാൻ ശരിക്കും അടിച്ചു പൊളിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ 6th സെമ്മിന് തന്നെ എടുക്കാം. ഞാൻ ക്ലാസ്സിൽ അധികം കയറിയിട്ടില്ല. കൂടുതലും ഫെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ആയിരുന്നു. ഫെസ്റ്റുകൾക്ക് പോകുമ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന, ഇപ്പോൾ പള്ളി അടുത്തുണ്ടെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനകളുണ്ട്, അതെത്തിക്കും. ശരിക്കും അടിച്ചുകൊണ്ട് കോളേജിലെ എല്ലാ ആക്ടിവിറ്റിയിലും കൂട്ടുകാരന്മാരുടെ വെച്ചാൽ കംപ്ലീറ്റ് തുള്ളൽ കാര്യങ്ങൾ, ഓഡിറ്റോറിയത്തിൽ ഡാൻസ്, വേളം, അത് ഇത് ത്രിപിൾ അല്ല അടിച്ചു പൊളിക്കേണ്ടതൊക്കെ പോയിട്ടുണ്ട്. പിള്ളേരുടെ കൂടെ അപ്പുറത്ത് ചായക്കടയിൽ പോയി ചായ കുടിക്കാനും പാൽ സർവത്ത് കുടിക്കാനൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രലോഭനങ്ങളുണ്ടാവും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ 2 ശക്തികൾ ഉണ്ടാവും. നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും. അതുള്ളത് തന്നെ, അത് നമ്മൾ സാധാരണ ശക്തി ഉള്ളത് തന്നെ, നമ്മളത് തെറ്റിയിരിക്കണം. കാരണം കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പ്രലോഭനം വരും തിരിച്ചു വരാൻ. നമ്മൾ സാത്താൻ്റെ ചിന്തകളിൽ പോവുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന്, ഇപ്പോൾ ദൈവം പറയില്ല, നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആ ശക്തിയും ഉണ്ടാവും. അപ്പോൾ ആ ശക്തികളുണ്ടാവും, 2 ശക്തികളുണ്ടാവും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും പ്രലോഭനങ്ങളുണ്ടാവും, ഇഷ്ടംപോലെ പ്രലോഭനങ്ങളുണ്ടാവും. നിങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോൾ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ, ഇപ്പോൾ ബൈബിൾ വായിക്കുന്ന കുറേ പേർക്ക് അറിയില്ല, എങ്ങനെ വായിക്കണ്ടേന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ ഉൽപ്പത്തിയിട്ട് വായിച്ച് കഴിയുമ്പോൾ മൊത്തം സ്റ്റോറികളും ചിലപ്പോൾ ആ ഒരു പഴയ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും നല്ല മടിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ബൈബിൾ വായിക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നിട്ട് വായിക്കണം, ഏത് ഭാഗം വായിക്കണം അറിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റിൽ വായിക്കാം. ഇപ്പോൾ കൊന്തെത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈശോൻ്റെ പരിഗണന, ഈശോനെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബർഡൻ അല്ലേ. ഏത് പ്രാർത്ഥന അല്ലെങ്കിൽ കുർബാന കാണുകയാണെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് ഈശോ ഞാൻ ഈശോനെ ഒന്ന് കാണാനേ പോണേ, ഈശോനെനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന സ്നേഹമാണ്. അതെ, ആ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അത് ഒരിക്കലും ഒരു ബർഡൻ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീലിംഗ് ആയിരിക്കും. എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്യുന്നു. സ്നേഹമുള്ളിടത്തൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈശോനെ ബെസ്റ്റ് ഫ്രണ്ടാക്കാം. യുവജനങ്ങൾക്ക് ഏറ്റവും ഉള്ളൊരു പ്രശ്നം എല്ലാവരും പറയുന്നത്, കുടുംബത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മക്കൾ വളർന്നപ്പോൾ ചെറുപ്പത്തിലേ കേൾക്കുമായിരുന്നു, ഇപ്പം കേൾക്കുന്നില്ല. അത് മറ്റൊന്നുമല്ല, അത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ അടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളോടാണ്. അതാണ് അവരുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നൻപൻ, യെസ്, ആ നൻപൻ ഈശോ ആയി മാറിയ പിന്നെ ഒന്നിനും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യം, ശരിയും തെറ്റി ഏതാന്ന് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു ഫ്രണ്ട് നമ്മുടെ കൂടിയുള്ളപ്പം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഡ്രഗ്സിൻ്റെ ആവശ്യം വേണ്ട, ഒന്നിൻ്റെ ആവശ്യം വേണ്ട. നമ്മുടെ ജീവിതം എപ്പോഴും എൻജോയ്മെൻറ്റാണ് അല്ലേ? ജീവിതം എൻജോയ് ചെയ്യാൻ, അത് അടിച്ച് തകർക്കാനായിട്ട് നമുക്ക് ലഹരികളുടെ സപ്പോർട്ട് ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം നമുക്ക് കൂട്ടുകാരുടെ ബന്ധങ്ങളാണ് ഈ യുവജനങ്ങൾക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ ഈശോയെ ഒരു നല്ല സുഹൃത്തായി, ഒരു നല്ല നൻപനായി കണ്ടാൽ ജീവിതം മൊത്തം തകർക്കാം. അപ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ, ഈശോയോട് ചേർന്ന് ഒരുപാട് പേരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഇനിയും ഈശോയുടെ നല്ല അനുഭവങ്ങൾ, നല്ല സ്പന്ദനങ്ങൾ തിരിച്ചു പറഞ്ഞ മറ്റ് കുറച്ച് വ്യക്തികളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി.